ഇത് ആർക്കും കുമ്പളങ്ങാന്ന് തോന്നേച്ചില്ല കൊടുത്തെങ്കിൽ അത്ര പാങ്ങുണ്ട് ഇത്. ഞാൻ ഇന്നൊരു കുമ്പളങ്ങ വിൽക്കാറിഞ്ഞിട്ടില്ലത്. എപ്പോഴും കുമ്പളങ്ങ കറിയും കുമ്പളങ്ങയുടെ ഓടും തിന്നിട്ട് നിങ്ങൾക്ക് മടുത്തു, എനിക്ക് കാണിച്ചിട്ട് മടുത്തു. അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാറിഞ്ഞിട്ട് ഇന്നില്ലത്. ഞാനൊരു വീഡിയോ നോക്കിയിട്ട് അന്ന് ആക്കി, അപ്പൊ നല്ല പാങ്ങായിന്. ഇത് ഉണ്ടാക്കിയിട്ടാകുമ്പോ ആർക്കും ഇത് കുമ്പളങ്ങയോട് ഉണ്ടാക്കിയെന്ന് തോന്നിയില്ല. നല്ല അത്രയും നല്ല തിന്നാൻ പാങ്ങുണ്ട്. നമ്മളെ പൾപ്പിൽ പിടിച്ച അന്നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല കുമ്പളങ്ങ, അതന്നെ ഇത്. ഇതാ കുമ്പളങ്ങ നല്ല പാങ്ങില് മൂത്തെങ്കിൽ ഇങ്ങനെ കുടി പോലെ കൈമേലാവും. ഇതാ ഞാൻ മുരിക്കുന്നേന്. ഇനിയിപ്പോ പാള വീഴം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ പാളയില് മുറിച്ചു. ഇതുവരെ പാള ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇപ്പൊ വീഴം കഴിഞ്ഞു തോട്ടത്തില്. ഇനി നടുക്കഷ്ണേ വേണ്ടു, 2 ഭാഗം എടുത്തു വെക്കണം. നടുക്ക കഷ്ണാക്കുന്നു. ഇനി ഇതിന്റെ പാങ്ങില് ഞാൻ മുറിച്ച് കാണിക്കുന്നു നിങ്ങൾക്ക്. ഇതിനെ നടുക്ക പോക്കണം ആദ്യം. ഇത് ബത്തക്ക മുറിക്കുന്ന കണക്ക് ഞാനിനി മുറിച്ചു. ഇനി ഉള്ളിലത്തെ വാർത്ത വിത്തെല്ലാം എടുത്ത് കളയണം, ഇതിന്റെ തൊലിയും എടുത്ത് കളയണം. ഇനി എന്നിട്ട് കൊണ്ടുപോയിട്ട് അടങ്ങി ചാടണം. അപ്പൊ അടുത്ത കൊല്ലം ആദ്യമേ കുമ്പളങ്ങ നല്ലോണം തൈ മുളച്ചിട്ട് നല്ലോണം പിടിക്കും. ഇതിന്റെ വയറ് പാങ്ങില് വൃത്തിയാക്കണം, ഒട്ടും ഒഴിഞ്ഞൂടാ, അപ്പൊ പാങ്ങുണ്ടായില്ല. വേഗം ഇതിന്റെ വയറിൽ ഞാൻ കളഞ്ഞിട്ട് കാണിക്കാം നിങ്ങൾക്ക്. മൊത്തം പൂളാക്കുന്ന കണക്കാണ് ഇനിയും പൂളാക്കേണ്ടത്. ഇങ്ങനെ ഇത് പാങ്ങില് 2 വട്ടം കൈയിട്ടിട കൊണ്ടച്ചു. ഇപ്പൊ ഇനി ചുണ്ണാമ്പിന്റെ വെള്ളം ഇലത്തേക്ക് പോർന്ന് നോക്കണം. അതെന്തിനു പറഞ്ഞാൽ ഇത് അലിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് രാത്രിയെ ചുണ്ണാമ്പിന്റെ വെള്ളത്തിൽ ഇടുന്നത്, രാവിലെ ഞാൻ ഇതിനെ പാകപ്പെടുത്തുന്നു. ഇത് ചുണ്ണാമ്പ് ഇതിനെ പറയല് തുമ്മാനെല്ലാം തിന്നാൻ വേണ്ടി. ഞങ്ങൾ ഈ നാട്ടിൽ പറയല് ഇതിനെ 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് ചുണ്ണാമ്പ് എന്ന് പറഞ്ഞത്. ഇതിൽ വെള്ളം കൂട്ടിയിട്ട് പാങ്ങില് പുതിർക്കണം. ഇത് പാങ്ങില് കളക്കണം, അപ്പൊ നല്ല വെള്ളം നിറം വരും. ഇതിനെ പാങ്ങില് നേർപ്പിക്കണം. ഇത് കുറച്ച് കട്ടിയായിപ്പോയി. ഇത് ഇട്ടേ കൂട്ടി വെക്കുന്നു. ഇത് നല്ല പാങ്ങില് മുങ്ങി കൊടുക്കണം. പിന്നെ ഇതിന് പാങ്ങില് ഇറക്കി യോജിപ്പിക്കണം. നല്ല വെള്ളം നിറം വരണം. നാളെ ഇതിനെ എടുക്കുമ്പോൾക്ക് വെള്ളം എല്ലാം തെളിഞ്ഞിട്ട് ഈ കഷ്ണം എല്ലാം മുകളിലുണ്ടാവും. അപ്പൊ പാകം വന്നു നമുക്ക് മനസ്സിലാവും. ഇതിനെ കൊണ്ടുപോയിട്ട് പാങ്ങിൽ അവിടെ പൊട്ടി വെക്കുന്നു. ഇത് ഇന്നലെ രാത്രി കൊണ്ടച്ചത്, അതിന് ഞാനിപ്പോ എടുത്തിട്ട് വന്നൂടാ. ഇനി ഇതിനെ 4-5 പ്രാവശ്യം പാങ്ങില് കഴുകുന്നു, ഈ ചുണ്ണാമ്പിന്റെ അംശമെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഇത് അനക്കാതെ നല്ല പാത്രത്തിലേക്ക് പറക്കിയിടുന്നവരൊന്ന്. ഇനി ഇതിനെ ഓരോന്നായിട്ട് 10 വട്ടം കഴുകണം. ഒട്ടും 100ന്റെ അംശം കുഞ്ഞൂടാ. ഈ മണ്ണിന്റെ കലത്തിൽ നല്ല പറക്കി വെക്കണം, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഇനി നല്ലോണം വെള്ളം ഒഴിക്കട്ടെ. നല്ല പാങ്ങിൽ തീ പറ്റി ഞാൻ അടുപ്പിൽ കൊണ്ടുപോയിട്ട് വേവിച്ചിട്ട് കൊണ്ടായിരുന്നു. നല്ലോണം തീ പറ്റി ഞാൻ തീമാക്കുന്നു. ഒരു 20 മിനിറ്റ് സമയം ഇത് തീ പറ്റിട്ടാകുമ്പോ പോകും. ഇത് പാങ്ങില് ബന്ധിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് കോരിയിടുന്നു. നമ്മൾ ചുണ്ണാമ്പ് ഇട്ടതുകൊണ്ട് ഒട്ടും ബന്ധം ചീഞ്ഞിട്ടില്ല, കണക്കിന് ബന്ധിട്ടാണ് നിൽക്കുന്നത്. ഇനി 10 മിനിറ്റ് സമയം ഇതിന്റെ വെള്ളാറാൻ വേണ്ടിയിട്ട് വെക്കണം. എനിക്ക് അരിപ്പ ഇല്ല, അരിപ്പ കയ്യിലേ ഇല്ല, അതുകൊണ്ട് ഞാൻ വല്ലേ വെക്കുന്നത്. നേരത്തെ വാങ്ങിയിട്ടെല്ലാം വെച്ചോണ്ട് വെള്ളമെല്ലാം ആറി വാങ്ങില്. ഇനിയിപ്പോ പഞ്ചസാര വെള്ളാക്കിയിട്ടില്ല, അത് ഉള്ളിലേക്ക് ഏസാൻ വേണ്ടിയിട്ട് ഈ ഉരുക്കിലെടുത്തിട്ട് 4 കുത്തൂത്തണം ഓരോന്നിന്. ഇതാ ഇങ്ങനെ പൊത്തിയണം, എന്നാലേ വാങ്ങില് മധുരമെല്ലാവും. അത് മല്ലേ കുത്തണം, നന്ന കുത്തിയിട്ട് പറ്റ പൊളിച്ചറില്ലേ. ഇത് ഇന്നലെ അതിലെ ബുക്ക വന്നവളോട് ഒരു അൽമിനിയില് ഉരുളി മേടിച്ചത്, നല്ല ഉരുളി തന്നെ തോന്നുന്നു. അതിലെന്നെ ഇന്നത്തെ പാചകമൊക്കെ അറിഞ്ഞിട്ട്. ഈ വെള്ളത്തിലേക്ക് പഞ്ചസാര ഇടുന്നു. ഇനിയൊരു 3/4 ഗ്ലാസ് ആദ്യം ഇടുന്നു. ഇത് പുതിയ ഉരുളി ആയതുകൊണ്ട് ഞാൻ അടുപ്പിൽ വെക്കുന്നില്ല, ഗ്യാസിൽ വെക്കുന്നത്. ഇത് ഏലക്കും പഞ്ചസാരയും കുനിക്കുന്നത് പാങ്ങിൽ പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലത്തേക്ക് ഇടണം. ഏലക്കീരെ തരിയെല്ലാം ഉണ്ടാവും. ഇത് മിക്സി അല്ലല്ലോ, നമ്മളെ കല്ലില് വെക്കുന്നതല്ലേ. ഇത് നിങ്ങൾക്കൊന്ന് തോന്നണ്ട, ഇത് വേറെ എന്തൊന്നും അല്ല, ഇത് ഏലക്കീര പൊടി. പഞ്ചസാര പാങ്ങില് ലായനിയാണുണ്ട്. പാകായി നോക്കട്ടെ. പാങ്ങില് പാകായി. ഈ പഞ്ചസാര ഇട്ടിട്ട് കുറുന്നേരത്തേക്ക് ഇടുന്നത് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക്
അപ്പൊ വലിയ മഴയും കാറ്റെല്ലാം വന്നുകൂടാ. അങ്ങനെ ഇപ്പൊ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഇട്ടിട്ട്. ഇതിനെ കുറെ ഇളക്കണം, എന്നിട്ട് ഇവിടെ തന്നെ കുറിയിക്കണം. ഇത് ചുണ്ണാമ്പ് ഇട്ടതുകൊണ്ട് ഒന്നും ആയില്ല, ഇത് പൊളിയോ കണ്ടം കയ്യോ ഒന്നും ആവുന്നില്ല. ഇനി ഇളക്കിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾക്ക്. ഇത് നല്ലോണം ഇളക്കിയില്ലേ, ഈർക്കിൽ കുത്തിയോണ്ട് ഇതിന് നല്ല പാങ്ങിലും മധുരം എല്ലായിടത്തേക്കും പറ്റും. ഈർക്കിൽ കുത്തിയില്ലെങ്കിൽ അങ്ങനെ പറ്റിയില്ല. ഇപ്പൊ കുറിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി പാങ്ങിൽ ഇളക്കിയിട്ട് ഇതിനെ അടുക്കി വെച്ചിച്ചൂടാ. എന്നിട്ട് ഇവിടുന്ന് തന്നെ എടുത്തിട്ട് അതിലത്തേക്ക് വെച്ചാൽ മതി. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹപ്പേട 90% ആയി. എന്നൊരു 10% ഇളക്കണ്ടു. തീ നല്ലോണം കുറക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചോ. അന്ന് ഞാൻ ആക്കുമ്പോ അടുപ്പിലാക്കിയത്, അപ്പൊ തീ കുറക്കാനും കൂട്ടാനും അങ്ങനെ കഴിയുന്നില്ല. എന്നിട്ട് ഇന്ന് ഗ്യാസിലാക്കിയത്. ഇന്ന് നല്ല പാങ്ങായി. ഇതിന്റെ സൈഡിലെല്ലാം വെള്ള വരണം. അപ്പൊ തന്നെ മുട്ടായിന്റെ പാകാന്ത് ഇതാ എല്ലാം വന്നു, എല്ലാം നേരായി. ഇപ്പൊ ഞങ്ങൾ പഞ്ചസാര കുറച്ചേ എടുത്തിന്, അതുകൊണ്ട് ഇങ്ങനെ ആയത്. അല്ലെ നല്ലോണം ഇട്ടെങ്കിൽ നല്ല പാങ്ങിൽ ഒച്ചയെല്ലാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് അധികം പഞ്ചസാര വേണ്ട. ഇത് തന്നെ പാകമായിട്ട് നോക്കിക്കോളൂ എല്ലാരും. ഇപ്പൊ ഇത് കൽക്കണ്ടം പോലെ തന്നെ ആയി. നിറച്ചിൽ ചെറിയൊരു മാറ്റം വന്നിന്, വേറെന്തൊരു വ്യത്യാസവും ഇല്ല. അവസാനം ഇളക്കുമ്പോ തീയെല്ലാം ഓഫാക്കിയിട്ട് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അത് നേരായില്ല. ആഗ്രഹപ്പേട റെഡിയായി. ഇതിനല്ലെങ്കിൽ ദീപാവലി മുട്ടായി എന്നും പറയാ. ചെറിയൊരു കളർ വ്യത്യാസം വന്നിന്, അത് നെയ്ക്കുമ്പളങ്ങായതുകൊണ്ട് അങ്ങനത്തെ നിറം. ഇത് ആരും പറയില്ല ഇങ്ങനത്തെ കുമ്പളങ്ങ അത്ര നല്ല പാങ്ങാണ്. വലിയ കുമ്പളങ്ങ എടുക്കുമ്പോ നല്ല നിറം വെള്ളം ഉണ്ടാവും. ഇത് ചെറിയ കുമ്പളങ്ങ ആയത് കുറച്ച് നിറ വ്യത്യാസം വന്നിന്. അതൊന്നും നോക്കണ്ട, ഇത് നല്ല പാങ്ങുണ്ട് തിന്നാൻ. ഇതിങ്ങനെ എടുക്കുമ്പോലെ നല്ല ഒച്ചയുണ്ട്. ഇതിന്റെ ഉള്ളിൽ നല്ല ഉറപ്പൊന്നുമില്ല, അധികം പദം. ഇത് കുഞ്ഞോക്കെല്ലാം നല്ലത്, മധുരം തിന്നപ്പോഴേക്കും നല്ലത്. ഞാൻ തിന്നു നോക്കട്ടെ ഒന്ന്. ഇത് ആർക്കും കുമ്പളങ്ങാന്ന് തോന്നേച്ചില്ല കൊടുത്തെങ്കിൽ, അത്ര പാങ്ങുണ്ട് ഇത്. നിങ്ങളും കുമ്പളങ്ങ വാങ്ങിച്ചിട്ട് ഇതേപോലെ ആക്കി നിങ്ങളെ കുഞ്ഞോക്കെല്ലാം കൊടുക്കണം. കുഞ്ഞോക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.